കോഴിക്കോട് മുക്കം അഗസ്ത്യാമൊഴിയിൽ PWD കരാർ ജീവനക്കാരെ തടഞ്ഞ നാട്ടുകാർ. ടാറിട്ട റോഡിലെ കുഴി കോൺക്രീറ്റ് ഇട്ട് അടയ്ക്കാൻ വന്നവരെയാണ് തടഞ്ഞത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച റോഡിലാണ് വലിയ കുഴി രൂപപ്പെട്ടത്. ഈ റോഡിന്റെ കുഴികൾ ഇത് 5ാമത്തെ പ്രാവശ്യമാണ് ഇവർ ഇത് അടയ്ക്കുന്നത്. ഒരാഴ്ച നിൽക്കൂല, മഴ ചെയ്യുമ്പോൾ ഒലിച്ചടി പോകും. ഇത് ഞങ്ങൾക്ക് റോഡ് കറക്റ്റ് കട്ട് ചെയ്തിട്ട് 1 ഇഞ്ച് കണക്കിൽ കട്ട് ചെയ്തിട്ട് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് തന്നാൽ റോഡ് വൃത്തിയാവും, അത് സുരക്ഷിതമാവും. സർക്കാരിന്റെ നികുതി പൈസയാണ് കൃത്യമായി ചെലവാക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിഖിൽ പ്രമേഷ്, കോഴിക്കോട് ചെയ്തു. നിഖിൽ, വിവരങ്ങൾ. സ്വയം നാട്ടുകാരുടെ പ്രതിഷേധം തികച്ചും ന്യായമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഏതാണ്ട് 5 തവണ കോൺക്രീറ്റ് ഇട്ട് ഈ കുഴി തന്നെ അടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നിപ്പോൾ ഈ ടാറിട്ട റോഡിലെ കുഴി കോൺക്രീറ്റ് കൊണ്ട് അടയ്ക്കാനാണ് വീണ്ടും PWD ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത്. മുക്കം അഗസ്ത്യാമൊഴി അങ്ങാടിയിലെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ടാറിട്ട റോഡിലെ കുഴി അടയ്ക്കാനാണ് കോൺക്രീറ്റുമായി ഉദ്യോഗസ്ഥർ വരുന്ന സാഹചര്യം ഉണ്ടായത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച റോഡിലാണ് വലിയ കുഴി രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. നിരന്തരം ഈ കുഴിയിൽ ആളുകൾ വീഴുകയും യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ ഈ കോൺക്രീറ്റ് ഇട്ട് അടയ്ക്കാനുള്ള കണ്ണിൽ പൊടിയിൽ ഇടാനുള്ള താൽക്കാലിക നീക്കത്തെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അഗസ്ത്യാമൊഴിയിലെ 4 കൂടിയ ഈ ജംഗ്ഷനിൽ, തിരക്കേറിയ ജംഗ്ഷനിൽ നിരവധി വാഹനയാത്രക്കാർ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും ഒക്കെ ഒരു പതിവായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ താൽക്കാലിക കുഴിയടക്കലിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്.